ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നത് ക്ഷേത്ര ഫണ്ട് ചെലവഴിച്ച്. ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ദേവസ്വത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡ് ഫണ്ടിൽ നിന്ന് വകയിരുത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരമാണ് മലബാർ ദേവസ്വത്തിന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത്. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവാക്കരുത് സംഗമത്തിന് എന്നാണ് പറഞ്ഞത്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇത് സംബന്ധിച്ചിറക്കിയ ഉത്തരവിന്റെ പകർപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആവശ്യപ്പെട്ട പ്രകാരം അത്തരത്തിൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇതിന് ആവശ്യമായ യാത്രാ ചെലവ്, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള ചെലവ് അടക്കം ദേവസ്വത്തിൽ നിന്നും അതല്ലെങ്കിൽ അനുബന്ധ ക്ഷേത്രങ്ങളുടെ ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്താം എന്നും പറയുന്നുണ്ട്. പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക, ഭക്തജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ച ഈ തീരുമാനം മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് വ്യത്യസ്തമായി പല ക്ഷേത്രങ്ങളും നിത്യവൃത്തിക്ക് വക കണ്ടെത്താൻ പാടുപെടുന്ന സ്ഥിതിയുണ്ട്. മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മുൻപ് പലതവണ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അതിനടുത്ത് വരെ കാര്യങ്ങൾ എത്തിയ സ്ഥിതിയുമുണ്ടായി. ചുരുക്കത്തിൽ നിത്യവൃത്തിക്ക് തന്നെ പണം കണ്ടെത്താൻ കഴിയാത്ത നേരിയ തോതിലെങ്കിലും ക്ഷേത്രങ്ങൾ അടക്കം നിലനിൽക്കുന്ന ഒരു ദേവസ്വം ബോർഡാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ആ വിധി സംസ്ഥാനത്തെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ബാധകമാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല.